بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد. സഹോദരങ്ങളെ, ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ കിതാബ് സലാത്തിലെ ഹദീസുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ ഭംഗിയും അതിൻ്റെ മനോഹരമായ രൂപവുമെല്ലാം പറയുന്ന ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. عن البراء بن عازب رضي الله عنه قال: رمقت الصلاة مع محمد صلى الله عليه وسلم فوجدت قيامه فركعته فاعتداله بعد ركوعه فسجدته فجلسته بين السجدتين فسجدته فجلسته ما بين التسليم والانصراف قريبا من السواء. البراء بن عازب رضي الله عنه പറയുകയാണ്: رمقت الصلاة مع محمد صلى الله عليه وسلم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ സലാത്ത്, നബിയുടെ നിസ്കാരം ഞാൻ നന്നായി നോക്കി നിന്നു. റമഖ എന്ന് പറഞ്ഞാൽ നന്നായി നിരീക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ നിസ്കാരം ഞാൻ നന്നായി നിരീക്ഷിച്ചു. ഫവജത്തു ഖിയാമഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൃത്തവും, ഫറകഅതഹു, നബിയുടെ റുകൂഉം, ഫഅ്തിദാലഹു ബഅദ റുകൂഇഹി, റുകൂഇന് ശേഷമുള്ള ഇഅ്തിദാലും, ഫസജ്ദതഹു, സുജൂദും, ഫജൽസതഹു ബൈന സജ്ദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിലെ ഇരുത്തവും, ഫസജ്ദതഹു, ശേഷമുള്ള പിന്നീടുള്ള സുജൂദും, ഫജൽസതഹു മാ ബൈന തസ്ലീം വൽ ഇൻസറാഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയതിനു ശേഷം അവിടുന്ന് നിസ്കാര സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു സമയമുണ്ട്. ഇതെല്ലാം ഞാൻ നിരീക്ഷിച്ചു, അതെല്ലാം ഞാൻ കണ്ടു. ഖരീബൻ മിന സവാ, അതെല്ലാം ഏതാണ്ട് ഒരുപോലെ, അതായത് അതിൻ്റെ ദൈർഘ്യം ഏതാണ്ട് ഒരുപോലെയായിരുന്നു. ബറാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം വിവരിക്കുന്ന ഹദീസാണിത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ റുകൂഉം അതുപോലെ ഇഅ്തിദാലും സുജൂദും, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും ശേഷമുള്ള സുജൂദും, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിക്കഴിഞ്ഞാൽ അല്പസമയം അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. ഈ ഇരുത്തവുമെല്ലാം ഖരീബൻ മിന സവാ എന്നാണ് ബറാ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്താണ് ഖരീബുൻ മിന സവാ എന്ന് പറഞ്ഞാൽ? സവാ എന്നാൽ ഒരുപോലെയാണ്, ഒരുപോലെ, അതിൻ്റെ എല്ലാം ദൈർഘ്യം ഒരുപോലെ. പക്ഷേ അതല്ല ബറാ റളിയല്ലാഹു അൻഹു പറയുന്നത്, മറിച്ച് ഖരീബൻ മിന സവാ, ഏതാണ്ട് ഒരുപോലെ എന്നാണ്. തീർത്തും ഒരു വ്യത്യാസവുമില്ല, എല്ലാത്തിൻ്റെയും സമയം ഒരുപോലെ എന്നല്ല, മറിച്ച് ഏതാണ്ട് ഒരുപോലെ. നോക്കൂ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി ബറാ റളിയല്ലാഹു അൻഹു വിവരിക്കാൻ ഈ റിവായത്തിൽ ഖിയാമഹു, നൃത്തം എന്നുകൂടി വന്നിട്ടുണ്ട്. എന്നാൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ മാ ഖലൽ ഖിയാമ വൽ ഖുഊദ്, നിസ്കാരത്തിലെ നൃത്തവും, അതായത് ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതാനുള്ള നൃത്തവും, നിസ്കാരത്തിലെ ഇരുത്തവും അഥവാ തഹിയ്യാത്തിന് വേണ്ടിയുള്ള ഇരുത്തവും ഒഴികെ എന്ന് ഇമാം ബുഖാരിയുടെ സഹീഹിലെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ആ റിവായത്തും ഇതുമായി കൂട്ടി വായിച്ചാൽ വളരെ വ്യക്തമാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദുകൾ, അതിനിടയിലുള്ള ഇരുത്തം, ഇതെല്ലാം ഏതാണ്ട് ഒരേപോലെയായിരുന്നു അതിൻ്റെ ദൈർഘ്യം
എന്ന് പറയുന്നത്. അതുപോലെ ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത് കാണാം. ഇതിൽ ചില റിവായത്തുകളിൽ നൃത്തം കൂടി ഉൾപ്പെട്ടു വന്നിട്ടുണ്ട്. ഇപ്പോൾ സഹീഹ് മുസ്ലിമിലെ ഈ റിവായത്ത് പോലെ ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു പറഞ്ഞത് കാണാം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൃത്തം അത് ദീർഘിച്ചാൽ അതിന് ദൈർഘ്യം വന്നാൽ പൊതുവെ റുക്കുഉം സുജൂദും ദീർഘിക്കാറുണ്ടായിരുന്നു. നൃത്തം അത് കുറവാണ് എങ്കിൽ, അതിൻ്റെ ദൈർഘ്യം കുറവാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കുഉം സുജൂദും ഒക്കെ അതും കുറയാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം അവിടുന്ന് സുദീർഘമായി നിസ്കരിക്കുകയും അതിനോളം തന്നെ റുക്കുവും സുജൂദും എല്ലാം നിർവഹിക്കുകയും ചെയ്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സഹാബിമാരിൽ ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ പോയി നിന്നും രാത്രി നിസ്കാരമാണ്, നബി ഒറ്റക്ക് നിസ്കരിക്കാണ്, സഹാബി പിന്നിൽ പോയി നിന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതി, ശേഷം സൂറത്തുൽ ബഖറ ഓതി. അത് അവസാനിച്ചപ്പോൾ അതിൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുവിലേക്ക് പോകുമെന്ന് പിന്നിലുള്ള സഹാബി വിചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ നിസാ ഓതി. അത് കഴിഞ്ഞപ്പോൾ റുക്കുവിലേക്ക് പോകുമെന്ന് വിചാരിച്ചു, സൂറത്തുൽ ആല ഇമ്രാൻ ഓതി. സുബ്ഹാനല്ലാഹ്, എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുവിലേക്ക് പോയത്. റുക്കുഉം സുജൂദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ നൃത്തം ദീർഘിക്കുമ്പോൾ അതിനോളം ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. സഹാബി ഞാൻ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലോ എന്ന് ആലോചിച്ചു പോയി എന്ന് പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ ഇമാമുമാരോട് കൽപ്പിക്കുന്ന റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നിൽ പ്രായമുള്ളവരുണ്ടാകും, കുട്ടികളുണ്ടാകും, എന്തെങ്കിലും ആവശ്യക്കാരുണ്ടാകും, നിസ്കാരം കഴിഞ്ഞ് പോകാനുള്ളവർ, രോഗികളുണ്ടാകും, ദുർബലരുണ്ടാകും. അതുകൊണ്ട് നിസ്കാരം ഇമാമുമാർ ചുരുക്കുക. ദീർഘിപ്പിച്ച ആളുകൾക്ക് പ്രയാസമുണ്ടായി എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത രൂപത്തിൽ ദേഷ്യപ്പെട്ടു എന്ന് കഴിഞ്ഞ ദർശന ഹദീസിൽ നമ്മൾ പഠിച്ചതാണ്. ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേസമയം ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇഷ്ടമുള്ളത്ര നിസ്കരിക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുന്ന ഈ നിസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം അവിടുന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇതായിരുന്നു രീതി. കാലിൽ നീര് വരുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹ അതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്ത സംഭവം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. എന്തിനാണ് നബിയെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ പൊറുക്കപ്പെട്ട അങ്ങ് ഇതുപോലെ നിസ്കരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി പറഞ്ഞത്? യാ ആയിഷ അഫല അകൂന അബ്ദൻ ഷക്കൂറ. ആയിഷ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരടിമയാകണ്ടേ? അള്ളാഹുവിന് ശുക്രായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീർഘമായ ഇബാദത്തുകൾ നിർവഹിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള ശുക്ർ ഒരാൾക്കും ഒരടിമക്കും പൂർത്തീകരിക്കുക സാധ്യമല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ പൊതുവായ രീതിയാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അഥവാ അവിടുത്തെ റുക്കൂഉം സുജൂദും അതിനിടയിലുള്ള ഇരുത്തവും എല്ലാം ഏതാണ്ട് ഒരുപോലെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതിലേറ്റക്കുറച്ചിലോ വ്യത്യാസമോ ഉണ്ടായാൽ ഒരാളുടെ നിസ്കാരത്തിന് പിഴവൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അതാണ് കൂടുതൽ പൂർണ്ണമായ രൂപം. റുക്കൂഉം സുജൂദുമെല്ലാം ഏതാണ്ട് അടുപ്പിച്ച് ഒരുപോലെ നിർവഹിക്കുക എന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂഇനെയും സുജൂദിനെയും കുറിച്ചെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ഈ ഹദീസിൽ ബറാ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ നമുക്ക് ഒരു കാര്യം പ്രത്യേകമായി വന്നത് കാണാം. എന്താണത്? ഫജൽസതഹു മാ ബൈന തസ്ലീം വൽ ഇൻസറാഫ്. സലാം വീട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിനിടയിലുള്ള സമയം, സലാം വീട്ടി എന്നിട്ട് നബി ആ മജ്ലിസിൽ നിന്ന് ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പോകുന്നതിനിടയിലുള്ള സമയം, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞാൽ അല്പം അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇരുത്തം അതിൻ്റെ ദൈർഘ്യം വിവരിക്കുന്ന ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം എന്നുള്ള ദിക്ർ ചൊല്ലി വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് പറയുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ചില ഹദീസുകളിൽ വന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ആ ഇരുത്തം ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം,
عن أم سلمة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا سلم قام النساء حين يقضي تسليمه رسول الله صلى الله عليه وسلم സലാം വീട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ എഴുന്നേറ്റ് പോകും. പിന്നിൽ പുരുഷന്മാർക്ക് പിന്നിലായി നിസ്കരിച്ചിരുന്ന സഹാബി വനിതകൾ അവർ ജമാഅത്ത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ പിരിഞ്ഞു പോകും. വയംകുസു ഹുവ ഫീ മഖാമിഹി യസീറൻ ഖബ്ല അൻ യഖൂം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നതിന് മുൻപ് അല്പം അവിടെ സലാം വീട്ടിയ ശേഷവും ഇരിക്കുമായിരുന്നു. നറ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വല്ലാഹു അലം അന്ന ദാലിക കാന ലികൈ യൻസറിഫ النساء قبل أن يدركهن أحد من الرجال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നത് അങ്ങനെ അല്പം ഇരിക്കുന്നത് സ്ത്രീകൾ എഴുന്നേറ്റ് പോയിക്കോട്ടെ, പുരുഷന്മാർ എഴുന്നേറ്റ് പോയി അവരുമായി കൂടിക്കലർന്നത് ഒഴിവാക്കാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. നോക്കൂ നിങ്ങൾ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റാൽ ഉടനെ പുരുഷന്മാരും എഴുന്നേൽക്കും. അങ്ങനെ വഴിയിൽ ഇവർ കൂടിക്കലർന്നു പോകേക്കും. അത് സംഭവിക്കാതിരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തത്. നോക്കൂ, പുരുഷന്മാരും സ്ത്രീകളും ഇങ്ങനെ മറകളില്ലാതെ ഇടകലരുക എന്നത് വലിയ ഫിത്നകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് നയിക്കുമെന്നതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംഭവിക്കാതിരിക്കാൻ നിസ്കാരത്തിന് ശേഷം പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത് എന്നാണ്. ഈ ഇരുത്തത്തെക്കുറിച്ചാണ് ബറാ റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. ഏതാണ്ട് റുകൂഇലും സുജൂദിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു കൂട്ടുന്ന ഏതാണ്ട് ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം ഈ ഇരുത്തം ഇരിക്കുമായിരുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷം ആളുകളെയും കൊണ്ട് ദുആ ചെയ്യുകയോ ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് പിന്നിലുള്ളവർ ആമീൻ പറയുകയോ ചെയ്യുന്നൊരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവർത്തിച്ചിരുന്നില്ല എന്നത് ഇതുപോലുള്ള ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമാണ് നമ്മുടെ മാതൃക. അതൊരു ഖൈറായിരുന്നുവെങ്കിൽ നമുക്ക് മുന്നേ അവരത് ചെയ്യേണ്ടിയിരുന്നു. നിസ്കാരത്തിന് ശേഷം ഇമാം ദുആ ചെയ്യുക, ആളുകളൊക്കെ ആമീൻ പറയുക, ഇതൊരു ഖൈറായിരുന്നുവെങ്കിൽ അവരത് ചെയ്യേണ്ടിയിരുന്നു. ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ സവാബ്, അതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് ഹദിയ നൽകുകയും ചെയ്യുന്ന കാര്യം വിവരിച്ചെടുത്ത് പറഞ്ഞ മനോഹരമായ വാക്കാണത്. ഒരാൾ ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ സവാബ്, അതിൻ്റെ പ്രതിഫലം മറ്റുള്ളവർക്ക്, മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്യാൻ തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല, അത് പ്രേരിപ്പിച്ചിട്ടില്ല, അവിടുത്തെ സഹാബത്ത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അതൊരു ഖൈറായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻപേ അവർ ചെയ്യേണ്ടിയിരുന്നു. മുഅ്മിനുകളുടെ വാക്ക് ഇതാണ്. അതായത് ഒരു ഖൈറാണോ എങ്കിൽ, ദീനാണോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നമുക്ക് മുന്നേ അത് ചെയ്യണം. അതേസമയം ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ വാക്ക് എന്തായിരുന്നു? ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു പറഞ്ഞതുപോലെ മുശ്രിക്കുകൾ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ, സാധുക്കളായ പാവങ്ങളായ സഹാബിമാർ ആയിരുന്നു. ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം വന്ന സഹാബിമാർ വളരെ ദരിദ്രരും പാവങ്ങളുമായിരുന്നു. അതുകൊണ്ട് വലിയ പ്രമാണിമാരും പണക്കാരുമൊക്കെ ആയിരുന്ന മുശ്രിക്കുകൾ പറഞ്ഞു, ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി. അല്ലാഹു ഖുർആനിൽ അവരുടെ വാക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഒരു ഖൈറായിരുന്നുവെങ്കിൽ ഇവരൊന്നും നമ്മെക്കാൾ മുൻപേ അതിലെത്തുമായിരുന്നില്ല. ഇതൊരു നല്ല കാര്യമായിരുന്നു. ഇത് ശരിയായിരുന്നുവെങ്കിൽ നമ്മളായിരുന്നു ഈ പ്രമാണിമാരായ ഞങ്ങളതിൽ ആദ്യം എത്തുമായിരുന്നു. ആരാണിത് ആദ്യം സ്വീകരിച്ചതെന്ന് നോക്കൂ. ബിലാലും സ്വഹൈബും ഒക്കെയാണിത് ആദ്യം സ്വീകരിച്ചത് റളിയല്ലാഹു അൻഹുമ. എന്നാൽ അവർ ഈ രൂപത്തിലാണ് പറയുന്നത്, ഖൈറായിരുന്നെങ്കിൽ ഞങ്ങളായിരുന്നു ഇത് ചെയ്യേണ്ടത്, ഞങ്ങളെക്കാൾ മുൻപേ അവരിത് ചെയ്യുമായിരുന്നില്ല. മുഅ്മിനീങ്ങളുടെ വാക്ക് നേരെ മറിച്ചാണ്. മുസ്ലിമീങ്ങളുടെ വാക്ക് ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ഏത് ഖൈറുണ്ടോ, ദീനുണ്ടോ, അത് ദീനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിരിക്കും. അവിടുത്തെ സഹാബത്ത് എല്ലാ ഖൈറിനും ഏറ്റവും താല്പര്യമുണ്ടായിരുന്നവർ, എല്ലാ ഖൈറിലും നമ്മെക്കാൾ മുന്നേറിയിരുന്നവർ. ഫഇന്നഹും
മൻ കാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാറ്റ്, ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ ഫല്യസ്തന്ന ബിമൻ ഖദ് മാറ്റ്, ആ മരണപ്പെട്ട സഹാബിമാരെ പിൻപറ്റിക്കൊള്ളുക. അവരാരായിരുന്നു? അവർ അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയമുള്ളവരായിരുന്നു. വഅഅമഖഹ ഇൽമൻ, ഏറ്റവും ആഴമേറിയ വിജ്ഞാനമുണ്ടായിരുന്നവരായിരുന്നു. വഅഖല്ലഹ തകല്ലുഫൻ, ഒരൽപ്പം പോലും നാട്യമില്ലാത്ത ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് അവരെ പിൻപറ്റുക, അവരുടെ വഴിയിലാണ് എല്ലാ ഖൈറുമുള്ളത്. കുല്ലു ഖൈറിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്, എല്ലാ ഖൈറുമുള്ളത് മുൻഗാമികളെ ഇത്തിബാഇ ചെയ്യുന്നതിലാണ്, അവർ പിൻപറ്റുന്നതിലാണ്. വകുല്ലു ശർറിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്, എല്ലാ ഷർറുമുള്ളത് പിൽക്കാലക്കാർ കൊണ്ടുവന്ന പുത്തൻ കാര്യങ്ങളിലാണ്, ബിദ്അത്തുകളിലാണ് എല്ലാ ഷർറുമുള്ളത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നബിയുടെ നിസ്കാരത്തിൻ്റെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്ത ഹദീസ് ഇങ്ങനെയാണ്: عن ثابت عن أنس رضي الله عنه قال إني لا آل أن أصلي بكم كما رأيت رسول الله صلى الله عليه وسلم صلي بنا. أنس بن مالك رضي الله عنه പറയുകയാണ്, إني لا آل, ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തുകയില്ല, അൻ ഉസല്ലിയ ബിക്കും, നിങ്ങളെയും കൊണ്ട് നിസ്കരിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുകയില്ല. കമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിനാ, ഞങ്ങളെയും കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചുവോ അങ്ങനെ നിങ്ങൾക്ക് നിസ്കരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൽ ഞാനൊരു വീഴ്ചയും വരുത്തുകയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, നേരത്തെ ബറാഇൻ്റെ ഹദീസിൽ നിങ്ങൾ കേട്ടില്ലേ, ആ മഹാനായ സഹാബി എന്താണ് പറഞ്ഞത്? റമഖ്തു സലാത്ത മഅ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. എന്തിനാണ് സഹാബിമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളും വാക്കുകളും നിരീക്ഷിക്കുന്നത്. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിൽ ഞാനൊരു വീഴ്ചയും വരുത്തുകയില്ല എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതുപോലെ ആളുകളിലേക്ക് എത്താനാണ്, അത് കലർപ്പില്ലാതെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്, ചില ഹദീസുകളിൽ നമുക്ക് കാണാം, സഹാബിമാരിൽ ചിലരോട് പ്രായം വല്ലാതെ വൈകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെറിയ പ്രായത്തിൽ കഴിച്ചുകൂട്ടി പ്രായം വൈകിയ ചില സഹാബിമാരോട് പിൽക്കാലക്കാരായ ചിലർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാണാം, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളറിയണം, ഇന്ന് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വിവരം പറഞ്ഞു തരാൻ വേറെ ആരും ജീവിച്ചിരിപ്പില്ല. എന്തിനാണ് അവർ അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്? തങ്ങളിൽ നിന്ന് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിച്ചെടുക്കാൻ അത്രയും താല്പര്യവും ഉത്സാഹവും കാണിക്കണം, അതിനു വേണ്ടിയാണ്. കാരണം ഇത് ദീനാണ്, ഇതാരുടെയും സ്വകാര്യ സ്വത്തല്ല, ഇത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്, ഇത് ആളുകൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. റബീഅത്തു റഈ എന്നറിയപ്പെടുന്ന റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ്, മുൻഗാമിയ മഹാനാണ്. റബീഅത്തു റഈ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂർമ്മമായ ബുദ്ധി കാരണത്താൽ. അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ യംബഗി ലിഅഹദിൻ ഇൻദഹു ശൈഉൻ മിനൽ ഇൽമി അൻ യുദയ്യിഅ നഫ്സഹ, ആരുടെയെങ്കിലും പക്കൽ ഈ ദീനിൻ്റെ വിജ്ഞാനം വല്ലതുമുണ്ട് എങ്കിൽ അവനൊരിക്കലും യോജിക്കുകയില്ല അൻ യുദയ്യിഅ നഫ്സഹ, അവനവനെ കളഞ്ഞു കുടിക്കുക, ആ ദീൻ ആളുകൾക്ക് പകർന്നു കൊടുക്കാതെ അല്ലെങ്കിൽ അത് മറന്നു പോകുന്ന രൂപത്തിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ മുഴുകി അങ്ങനെ അത് കളഞ്ഞു കുളിക്കുക എന്നത് ദീനിൻ്റെ വിജ്ഞാനം വല്ലതും കയ്യിലുണ്ട് എങ്കിൽ ഒരുവനൊരിക്കലും അത് യോജിക്കുകയില്ല എന്ന് റബീഅത്തു റഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ കിതാബുൽ ഇൽമിൻ റബീഅയുടെ ഈ വാക്ക് എടുത്തു കൊടുത്തത് കാണാം. നിങ്ങൾ ഇതുകൊണ്ടാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം അത്രയും സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും ശ്രദ്ധയോടെ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തത്. അവരതിൽ കാണിച്ച ചില കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് കാണാം, നബി ഇത് പറഞ്ഞപ്പോൾ സമിഅത്ഹു ഉദുനായ വഅബ്സറത്ഹു ഐനായ വവഅഅഹു ഖൽബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നബിയെ കണ്ടിട്ടുണ്ട്, എൻ്റെ കാതുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നബിയുടെ വാക്ക് ഗ്രഹിച്ചെടുത്തിട്ടുണ്ട്.
അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി മക്കയിൽ വെച്ച് ഹറമിൽ വെച്ച് യുദ്ധം പാടില്ല എന്ന ഹദീസ് പിന്നീട് പിൽക്കാലത്ത് ഒരു അമീർ അവിടേക്ക് ഹറമിലേക്ക് സൈന്യത്തെ നയിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത ഹദീസ് നമുക്ക് കാണാം ഈ രൂപത്തിൽ. അതായത് അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഗ്രഹിച്ചെടുക്കുന്നതിൽ അവർ സൂക്ഷ്മത പാലിച്ചിരുന്നു. അവരുടെ ദബ്ത് സൂചിപ്പിക്കുന്ന പദമാണ് എന്ന് പറഞ്ഞാൽ കൃത്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്ര കൃത്യമായിട്ടാണ് അവർ ഹദീസുകൾ പഠിച്ചെടുത്തത്, ഗ്രഹിച്ചെടുത്തത്. അതിലെന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഒരിക്കലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തത് പറയുമായിരുന്നില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരൊന്നുകിൽ അവരുടെ വാക്കായി അത് പറയും, അവരുടെ വാക്കായി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പറയുമ്പോൾ, നബിയിലേക്ക് ചേർത്തി പറയുമ്പോൾ വളരെ ശ്രദ്ധ അവർ പാലിച്ചിരുന്നു. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഞങ്ങളുമായി ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നതിൽ ഞാനൊരു വീഴ്ചയും വരുത്തുകയില്ല. ഖാൽ, ഇത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് അറിവ് സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മഹാനായ താബിഈ സാബിത്ത് ഇബ്നു അസ്ലം അൽ ബുനാനി റഹിമഹുല്ലാഹ് അദ്ദേഹമായിരുന്നു. സാബിത്ത് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫകാന അനസുൻ യസ്നഉ ശൈഅൻ ലാ അറാക്കും തസ്നഊന. അനസ് ഇബ്നു മാലിക് നിസ്കാരത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളത് ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം നിങ്ങൾ പാലിക്കുന്നില്ല. സാബിത്ത് റഹിമഹുല്ലാഹ് പിന്നീടുള്ളവരോട് പറയുകയാണ്, കാന ഇദാ റഫഅ റഅസഹു മിന റുകൂഅ് ഇൻതസബ ഖായിമാ ഹത്താ യഖൂല അൽ ഖായിലു ഖദ് നസി വഇദാ റഫഅ റഅസഹു മിന അസ്സജ്ദതി മകസ് ഹത്താ യഖൂല അൽ ഖായിലു ഖദ് നസി. നോക്കൂ നിങ്ങൾ, അനസ് റളിയല്ലാഹു അൻഹു റുകൂഇൽ നിന്ന് എഴുന്നേറ്റാൽ, റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് എഴുന്നേറ്റാൽ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിൽക്കും, ഇഅ്തിദാലിൽ നിൽക്കും. ഹത്താ യഖൂല അൽ ഖായിൽ, എത്രത്തോളം നിൽക്കും? കണ്ടു നിൽക്കുന്ന ഒരാൾ പറഞ്ഞു പോകും, ഖദ് നസി, മറന്നുപോയി, സുജൂദിലേക്ക് പോകാനോ അല്ലെങ്കിൽ നിസ്കാരത്തിലാണ് എന്നോ മറന്നുപോയി. അതല്ല എങ്കിൽ ആദ്യത്തെ നൃത്തത്തിൽ ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതുന്ന ദൈർഘ്യമുള്ള ആദ്യത്തെ നൃത്തത്തിലാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയി എന്ന് ജനങ്ങൾക്ക് തോന്നുമാറ് റുകൂഇൽ നിന്ന് എഴുന്നേറ്റാൽ നിൽക്കുമായിരുന്നു. വഇദാ റഫഅ റഅസഹു മിന അസ്സജ്ദ, അതുപോലെ സുജൂദിൽ നിന്ന് തല ഉയർത്തിയാൽ അഥവാ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ മകസ്, അവിടെ ഇരിക്കുമായിരുന്നു. ഹത്താ യഖൂല അൽ ഖായിലു ഖദ് നസി, പിന്നിലുള്ള ഒരാൾ അദ്ദേഹം സുജൂദിലേക്ക് പോകാൻ മറന്നുപോയി എന്ന് പിന്നിലുള്ള ആൾക്ക് തോന്നുമാറ് അല്ലെങ്കിൽ നിസ്കാരം കണ്ട ഒരാൾ പറയുമാറ് ഇരിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഈ രണ്ട് സുന്നത്തുകൾ പിൽക്കാലക്കാരായ ആളുകൾ വിട്ടുകളഞ്ഞപ്പോൾ സാബിത്ത് ഇബ്നു അസ്ലം അൽ ബുനാനി റഹിമഹുല്ലാഹ് താബിഈ ഇത് ഉണർത്തുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ആകട്ടെ എന്തു പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു ആ നിസ്കാരം നിങ്ങളുമായി നിസ്കരിക്കുന്നതിൽ ഞാനൊരു വീഴ്ചയും വരുത്തുകയില്ല. അത് പറഞ്ഞ സഹാബിയാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വേറെയും ഹദീസുകൾ ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. എന്താണ്? അതായത് ഇഅ്തിദാലിലെ നൃത്തം, രണ്ട് സുജൂദുകൾക്കിടയിലെ ഇരുത്തം, ഇത് ദീർഘിപ്പിക്കാൻ പാടില്ല, തെറ്റാണ് എന്നൊരു അഭിപ്രായം ചില മദ്ഹബുകളിൽ ഉണ്ട്. ശാഫിഈ മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്. എത്രത്തോളം അങ്ങനെ ദീർഘിപ്പിച്ചാൽ അവരുടെ നിസ്കാരത്തിന് പ്രശ്നം സംഭവിച്ചു എന്ന രൂപത്തിൽ വരെ ആ മദ്ഹബിലെ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശരിയല്ല, അഭിപ്രായം ശരിയല്ല. മറിച്ച് റുകൂഇന് ശേഷമുള്ള ഇഅ്തിദാൽ, അതുപോലെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ റുകൂഇൻ്റെയും സുജൂദിൻ്റെയും ഒക്കെ ദൈർഘ്യമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് പലർക്കും ശാഫിഈ മദ്ഹബിൽ പിന്നിൽ നിസ്കരിച്ച പലർക്കും പൊതുവെ കാണാൻ സാധിക്കും റുകൂഇന് ശേഷമുള്ള ഇഅ്തിദാലും രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും വളരെ ദൈർഘ്യം കുറച്ചിട്ട് കാണാൻ സാധിക്കും. കാരണം അത് വളരെ ദൈർഘ്യം കുറഞ്ഞ റുക്കിനാണ് എന്നതാണ് ശാഫിഈ മദ്ഹബിലെ അഭിപ്രായം. പക്ഷേ ആ അഭിപ്രായം ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സൂചിപ്പിക്കുന്നത് അതും റുകൂഅ് പോലെ സുജൂദ് പോലെ തന്നെ ദൈർഘ്യമുള്ള റുക്ന് തന്നെയാണ്. എത്രത്തോളം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇഅ്തിദാലിലും രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും കഴിഞ്ഞിരുന്നു. എത്രത്തോളം? കണ്ടെന്ന് ഒരാൾ പറഞ്ഞു മറന്നുപോയി എന്ന് പറഞ്ഞാൽ സുജൂദിൽ പോകാൻ മറന്നു, അല്ലെങ്കിൽ ആദ്യത്തെ നൃത്തമാണെന്ന് വിചാരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിലാണ് എന്നത് മറന്നുപോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് തോന്നുമാറ് ദീർഘമായി നിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ റുക്നുകളിൽ കഴിച്ചുകൂട്ടിയിരുന്നു. നബിയിൽ നിന്ന് നിസ്കാരം പഠിച്ച സഹാബത്തും അത് ആ രൂപത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. മാ സല്ലൈതു ഖൽഫ അഹദിൻ ഔജസ സലാത്തൻ മിൻ സലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തമാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നിസ്കാരം ചുരുക്കുന്ന, എന്നാൽ നിസ്കാരത്തിൽ പൂർത്തീകരിക്കേണ്ടതൊക്കെ പൂർത്തീകരിക്കുന്ന പൂർണ്ണമായ ചുരുങ്ങിയ നിസ്കാരം, ഇത് നിർവഹിക്കുന്ന മറ്റൊരാളുടെ പിന്നിലും ഞാൻ നിസ്കരിച്ചിട്ടില്ല. കാനത്ത് സലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതഖാരിബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം അത് മുതഖാരിബ, അത് പരസ്പരം ഒരേ ദൈർഘ്യമുള്ളതായിരുന്നു. അഥവാ നിസ്കാരത്തിലെ റുകൂഉം സുജൂദും ഒക്കെ ഏതാണ്ട് ഒരേ ദൈർഘ്യമുള്ളതായിരുന്നു. വകാന സലാത്തു അബീബക്കറിൻ മുതഖാരിബ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരവും മുതഖാരിബത്തായിരുന്നു. ഓരോ റുക്നുകളും ഏതാണ്ട് ഒരുപോലെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൃത്തം ദീർഘിപ്പിച്ചാൽ റുകൂഉ ദീർഘിപ്പിക്കും, സുജൂദ് ദീർഘിപ്പിക്കും. നൃത്തം ചുരുങ്ങിയാൽ റുകൂഉം സുജൂദും ചുരുങ്ങും. ഫലമ്മാ കാന ഉമർ ഇബ്നുൽ ഖത്താബ്, എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലമായപ്പോൾ മദ്ദ ഫീ സലാത്തിൽ ഫജ്ർ, ഉമർ റളിയല്ലാഹു അൻഹു സലാത്തുൽ ഫജ്റിൽ അഥവാ സുബ്ഹ് നിസ്കാരത്തിൽ ഒരൽപ്പം ദീർഘമായി നിൽക്കാൻ ആരംഭിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ദൈർഘ്യം സലാത്തുൽ ഫജ്റിൽ വർദ്ധിപ്പിച്ചു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തുൽ ഫജ്ർ ബാക്കിയുള്ള നിസ്കാരത്തേക്കാൾ ദൈർഘ്യമുണ്ടായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷെ അതിൽ അപ്പുറം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരം ദീർഘിപ്പിച്ചു. നിസ്കാരം ദീർഘിപ്പിച്ചു. അതിൽ യാതൊരു കുഴപ്പവുമില്ല, ഒരു തെറ്റുമില്ല. സഹാബത്തിൻ്റെ ചര്യ നമ്മുടെ ചര്യയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതാകാമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത്. അതുകൂടാതെ ഉമറിൻ്റെ കാലത്ത് ആളുകൾ വർദ്ധിച്ചു. ഒരുപാട് ആളുകൾ ഉണ്ട്. അതിൽ ഒരു പക്ഷേ ഒരൽപ്പം വൈകി എഴുന്നേറ്റ് വരുന്നവരുമൊക്കെ ഉണ്ടാകും, പ്രത്യേകിച്ച് സലാത്തുൽ ഫജ്റിൽ. അവർക്ക് കൂടി നിസ്കാരം ലഭിക്കാൻ, റക്അത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത് എന്ന് ഈ റിവായത്തുകളെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതിൽ തെറ്റില്ല. ഒരു ഇമാം റുകൂഇൽ നിൽക്കുകയാണ്, ആരെങ്കിലും കടന്നു വരുന്ന ശബ്ദം കേട്ടു. വരുന്ന ഒരാൾ അയാൾക്ക് റക്അത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചൊരൽപ്പം ഇമാം റുകൂഅ് ദീർഘിപ്പിച്ചാൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല, അങ്ങനെ ചെയ്യാം. അങ്ങനെ മുൻഗാമികൾ ചെയ്തത് കാണാം. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് വരുന്ന ആളുകളെ, വൈകി വരുന്ന ഒരാളെ വൈകി വന്നാലും കിട്ടണ്ട റക്അത്ത് എന്ന് വിചാരിക്കുകയല്ല, മറിച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച ആളുകൾക്ക് ഒരു എളുപ്പമുണ്ടാക്കി കൊടുക്കുക, കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുക, നല്ല കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഖാമ ഹത്താ നഖൂല ഖദ് ഔഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിൽക്കും, ആ നൃത്തം തുടരും. ഹത്താ നഖൂല ഖദ് ഔഹം, ഞങ്ങൾ പറയും അഥവാ ഞങ്ങൾക്ക് തോന്നും ഖദ് ഔഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള നിസ്കാരം വിട്ടു. ഔഹമ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് ബാക്കിയുള്ളത് അവസാനിപ്പിക്കുക, അവിടെ വെച്ച് മുറിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി നിസ്കാരം വിട്ടുപോയോ, മറന്നുപോയോ എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലിൽ നിൽക്കുമാറ്. തുമ്മ യസ്ജുദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യും. വയഖുദു ബൈന സജ്ദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കും. ഹത്താ നഖൂല ഖദ് ഔഹം, ഇതേ വാക്ക് ഞങ്ങൾക്ക് തോന്നിപ്പോകുമാർ. നിസ്കാരത്തിലാണെങ്കിൽ അവർക്കത് മനസ്സിൽ തോന്നും, നിസ്കാരത്തിന് പുറത്താണെങ്കിൽ അവർ നാവ് കൊണ്ട് പറഞ്ഞു പോകും. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലും രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും ദീർഘിപ്പിക്കുമായിരുന്നു. നേരത്തെ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിസ്കരിച്ചതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവൃത്തി തന്നെ നമുക്ക് അറിയിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ഇഅ്തിദാലും അതുപോലെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും നിർവഹിച്ചിരുന്നത് എന്ന്. നോക്കൂ, അടുത്ത ഹദീസ് നമുക്ക് വായിക്കാം. ബറാ റളിയല്ലാഹു അൻഹു തന്നെ
പറയുകയാണ്, അന്നഹും കാനു യുസല്ലൂന ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ പിന്നിൽ നിസ്കരിക്കും. ഫഇദാ റഫഅ റഅസഹു മിന റുകൂഅ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് തല ഉയർത്തിയാൽ, അങ്ങനെ ഇഅ്തിദാൽ കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോൾ, ലം അറ അഹദൻ, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, നബിയുടെ പിന്നിൽ നിസ്കരിക്കുന്ന സഹാബിമാരിൽ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, യഹ്നി ദഹ്റഹു, തൻ്റെ മുതുക് വളക്കുന്നതായി കണ്ടിട്ടില്ല, ഹത്താ യദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബ്ഹതഹു അലൽ അർദ്, നബി അവിടുത്തെ നെറ്റിത്തടം നിലത്ത് കുത്തിയാലല്ലാതെ, സുമ്മ യഖിറു മൻ വറാഅഹു സുജ്ജദാ, പിന്നെ പിന്നിലുള്ളവർ സുജൂദിലേക്ക് വീഴും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ നബിയുടെ ഇമാമിനെ പിൻപറ്റുക, ഇമാമിനെ മറികടക്കരുത് എന്ന കൽപ്പന എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് സഹാബത്ത് നിർവഹിച്ചത് എന്ന്. ഇമാം സുജൂദിലേക്ക് പോയാൽ എപ്പോഴാണ് മഅ്മൂമുകൾ സുജൂദിലേക്ക് പോകേണ്ടത്? ഇമാമിൻ്റെ നെറ്റിത്തടം നിലത്ത് മുട്ടിയാലാണ് ഇവിടെ നിന്ന് പുറപ്പെടേണ്ടതുള്ളൂ. അതാണ് പരിപൂർണമായ ഇത്തിബാ. ഇമാമിൻ്റെ കൂടെയല്ല പോകേണ്ടത്, ഇമാമിന് മുന്നേയുമല്ല പോകേണ്ടത്, ഇമാം പോയി കഴിഞ്ഞ് കുറേ വൈകിട്ടുമല്ല പോകേണ്ടത്. ഇത് മൂന്നും ഇത്തിബാഇന് എതിരാണ്. ഇമാമിനെ പിൻപറ്റുന്നതിൽ ആളുകൾ 4 രൂപമാണ് സ്വീകരിക്കാറുള്ളത്. ഒന്നുകിൽ ഇമാമിൻ്റെ കൂടെ ചെയ്യും, അല്ലെങ്കിൽ ഇമാമിൻ്റെ മുന്നേ ചെയ്യും, അതാണ് ഏറ്റവും അപകടം. അല്ലെങ്കിൽ ഇമാം പോയി കഴിഞ്ഞ് വളരെ വൈകി പോകും, അതും തെറ്റാണ്. മറിച്ച് ഇമാം പോയാൽ ഇമാമിനെ പിൻപറ്റുക, വല്ലാതെ വൈകാതെ. ഇതാണ് ശരിയായ ഇത്തിബാ, ശരിയായ ഇത്തിമാം, ഇമാമിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു അൻഹും എങ്ങനെയാണ് സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ പോകാറുള്ളത്? നബി റുക്കൂഇൽ നിന്ന് പുറപ്പെട്ടാലുടനെ അവർ പുറപ്പെടുകയില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം നിലത്ത് തട്ടിയാലാണ് അവരിവിടെ നിന്ന് മുതുക് വളക്കുകയുള്ളൂ. നമുക്കറിയാം, നൃത്തത്തിൽ നിന്ന് റുക്കൂഇലേക്ക് പോകുന്നതിനേക്കാൾ, റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുന്നതിനേക്കാൾ സമയമെടുക്കും ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകാൻ. പക്ഷേ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ സമയം വരെ കാത്തിരുന്നിരുന്നു. അങ്ങനെയാണ് ഇമാമിനെ പിൻപറ്റേണ്ടത്. അതുപോലെ ആ ഹദീസിലെ മറ്റൊരു പാഠമാണ്, മഅ്മൂമുകൾക്ക് ഇമാമിനെ നോക്കുന്നതിൽ തെറ്റില്ല. ഇമാമിനെ നോക്കാം, അതിൽ തെറ്റില്ല. മഅ്മൂമുകൾ സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നിസ്കാരത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴായാലും ഇമാമു ജമാഅത്തായാലും നോക്കേണ്ടത്. അതേസമയം ഇമാമിനെ മഅ്മൂമുകൾക്ക് നോക്കേണ്ടി വന്നാൽ നോക്കാം, അതിൽ തെറ്റില്ല. കാരണം ഇമാമിനെ പിൻപറ്റുന്നതിൽ അത് ആവശ്യമായി വരും. ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് അത് ആവശ്യമായി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഈ രൂപത്തിൽ സഹാബത്ത് പിൻപറ്റിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ്. ഇതേ സംഭവം മറ്റൊരു സഹാബി ഉദ്ധരിക്കുന്നതാണ് അടുത്ത ഹദീസ്. عن عمرو بن حريث قال صليت خلف النبي صلى الله عليه وسلم الفجر فسمعته يقرأ فلا أقسم بالخنس الجوار الكنس وكان لا يحني رجل منا ظهره حتى يستتم ساجدا. عمرو بن حريث رضي الله عنه أن صحابي പറയുന്നു, صليت خلف النبي صلى الله عليه وسلم الفجر, ഞാൻ നബിയുടെ പിന്നിൽ ഫജ്ർ നിസ്കാരം നിസ്കരിച്ചു, സുബ്ഹ് നിസ്കാരം നിസ്കരിച്ചു. ഫസമഅ്തുഹു യഖറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഇങ്ങനെ പാരായണം ചെയ്ത് ഞാൻ കേട്ടു. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാലിൽ ഖുന്നസ്, അഥവാ സൂറത്തു തക്വീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിൽ പാരായണം ചെയ്ത് ഞാൻ കേട്ടു. നോക്കൂ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്ദർഭം അത്രയും കൃത്യമായി ഈ സഹാബി ഓർക്കുന്നുണ്ട്. ഇതിട്ട് ഞാൻ പറയുകയാണ്, വകാന ലാ യഹ്നി റജുലുൻ മിന്നാ ളഹറ, ഞങ്ങളിൽ ഒരാൾ പോലും, നേരത്തെ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞ അതുപോലെയാണ് പറയും, ഒരാൾ പോലും, സഹാബിമാരിൽ ഒരാൾ പോലും തൻ്റെ മുതുക് വളക്കുന്നില്ല. ഹത്താ യസ്തതിമ്മ സാജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി സുജൂദിൽ കിടന്നിട്ടല്ലാതെ. നേരത്തെ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നെറ്റിത്തടം നിലത്ത് തട്ടിയാലല്ലാതെ അപ്പോഴേ ഇവിടെ നിന്ന് പുറപ്പെടുകയുള്ളൂ. നിസ്കാരത്തിൽ ഇമാമിൻ്റെ മുന്നേ ചെയ്യാൻ ശ്രമിക്കുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രൂക്ഷമായ പ്രയോഗമാണ് അവർക്കെതിരിൽ നടത്തിയിട്ടുള്ളത്. ഇമാമിന് മുന്നേ, ഇമാം തലയുയർത്തുന്നതിന് മുൻപേ തലയുയർത്തുന്നവർ, അവരുടെ തല അള്ളാഹു ഒരു ഹിമാറിൻ്റെ,
ഒരു കഴുതയുടെ തലയാക്കി മാറ്റിക്കളയുന്നത് പേടിച്ചുകൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമാണ് കാര്യം, എത്ര ഗൗരവമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈ ഒരു ജന്തുവിനോട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിനെ മറികടക്കാൻ, ഇമാമിനേക്കാൾ മുന്നേ പ്രവർത്തിക്കുന്നവനെ ഉപമിച്ചതിന് കാരണം ഇതായിരിക്കാം. എന്ത് കാരണം? അത് വിഡ്ഢിത്തത്തിന്, വിവരക്കേടിന് വളരെ അറിയപ്പെടുന്ന, അതിന് ഉദാഹരണമായി പറയപ്പെടുന്ന ജന്തുവാണ്. ഇമാമിന് ഒരുവൻ മറികടക്കാൻ ശ്രമിക്കുക എന്നത് വലിയ വിവരക്കേടാണ്. കാരണം ഇമാമിനെ മുന്നേ ചെയ്തിട്ട് എന്ത് കാര്യം? ഇമാം സലാം വിട്ടിട്ടല്ലാതെ ഇവന് സലാം വിട്ടി പോകാൻ കഴിയുമോ? ഇല്ല. പിന്നെ ഇമാമിനെ മറികടക്കാൻ ശ്രമിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അത് ബുദ്ധിശൂന്യമായൊരു പ്രവർത്തനമാണ്, ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരാണ്. അതുകൊണ്ട് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ഉപമിച്ചത് അള്ളാഹു അവൻ്റെ ശിരസിനെ ഏതിൻ്റെ ശിരസ് ആക്കി കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഹിമാറിൻ്റെ ശിരസ് എന്നാണ്. അത് വിഡ്ഢിത്തത്തിന്, വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത പ്രവർത്തനത്തിന് ഉദാഹരണമായി പറയപ്പെടുന്ന ജന്തുവാണ്. സല്ലല്ലാഹു അലൈഹി ആഫിയ. നോക്കൂ നിങ്ങൾ, അടുത്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലിൽ ചൊല്ലുന്ന ദിക്ർ അത് വിവരിക്കുന്ന ഹദീസാണ്. ഇഅ്തിദാലിൽ നമുക്കറിയാം റബ്ബന ലക്കൽ ഹംദ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അത് എങ്കിലും പറയുക നിർബന്ധമാണ്. റബ്ബന ലക്കൽ ഹംദ്. അതിൻ്റെ കൂടാതെ വേറെ പല രൂപങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, റബ്ബന വലക്കൽ ഹംദ്, ഇങ്ങനെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ പല ദിക്റുകൾ, ദൈർഘ്യമേറിയ ദിക്റുകൾ പോലെ ഇഅ്തിദാലിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടുണ്ട്. അത് വിവരിക്കുന്ന ഹദീസാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇഅ്തിദാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത് വെറുതെ നിൽക്കുന്നതാണോ? അല്ല. നിസ്കാരത്തിൽ വെറുതെ നിൽക്കുന്ന ഒരു സന്ദർഭവുമില്ല. എന്തെങ്കിലും ദിക്റോ ദുആയോ ഇല്ലാത്ത വെറുതെ നിൽക്കുന്ന ഒരു സന്ദർഭവും നിസ്കാരത്തിലില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലിൽ വെറുതെ നിൽക്കുകയല്ല. നോക്കൂ, അൻ ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു അബി ഔഫ, അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ എന്നാണ് ആ സഹാബിയുടെ പേര്. അദ്ദേഹം പറയുന്നു, ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഫഅ ളഹ്റഹു മിന റുകൂഇ ഖാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് മിൽഅ അസ്സമാവാതി വമിൽഅ അൽഅർദി വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് മുതുക് ഉയർത്തിയാൽ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്നാണ്. ബാക്കിയുള്ള റുക്കുനുകളിൽ നിന്ന് അടുത്ത റുക്കുനിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് പോലെ റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ, ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ എന്താണ് പറയേണ്ടത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. എന്താണ് അതിൻ്റെ അർത്ഥം? സമിഅയുടെ അർത്ഥം പൊതുവെ കേട്ടു എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഉത്തരം നൽകി എന്നാണ്. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു, അള്ളാഹു അവനെ സ്തുതിച്ചവന് ഉത്തരം നൽകിയിരിക്കുന്നു. സമിഅക്ക് അങ്ങനെയും അർത്ഥമുണ്ട്. അത് നമ്മുടെ ഭാഷയിലും ആ അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് കേൾക്കണം എന്ന് പറഞ്ഞാൽ? അനുസരിക്കണം എന്നാണ് ഉദ്ദേശിക്കാറുള്ളത്. പറയുന്നതിന് ഉത്തരം ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക എന്ന അർത്ഥത്തിൽ സമിഅ എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുവേ റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലക്കൽ ഹംദ്, നിനക്കാണ് അൽ ഹംദ്. അൽ ഹംദ് എന്നാൽ എല്ലാ സ്തുതിയുമാണ് ഇവിടെ ഉദ്ദേശം. എല്ലാ സ്തുതിയും റബ്ബേ നിനക്കുള്ളതാണ്. മിൽഅ അസ്സമാവാത്ത്, ആകാശങ്ങൾ നിറയെ, വമിൽഅ അൽ അർദ്, ഭൂമി നിറയെ, വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്, വമിൽഅ മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്ന മിൻ ഷൈഇൻ, ഏത് കാര്യവും, ബഅദു, അതിനുശേഷം നീ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും, എല്ലാം നിറയെ. ഇതിൻ്റെ കൂടാതെ വേറെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഈ സഹീഹിൽ തന്നെ നമുക്ക് വന്നത് കാണാം. വമ ബൈനഹുമ, ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ ഉള്ളതെന്തോ അത് നിറയെ എന്നതിനിടയിൽ വന്നത് കാണാം. വേറെയും ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ നമുക്ക് അത് വിവരിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, അല്ലാഹുവേ നിനക്കാണ് എല്ലാ സ്തുതിയും, ആകാശം നിറയെ, ഭൂമി നിറയെ, അതിനിടയിലുള്ളത് നിറയെ, പിന്നെ അതിന് ശേഷമുള്ളതെല്ലാം നിറയെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അത്രയും സ്തുതികൾക്ക് അർഹനാണ് റബ്ബ് എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്രയും സ്തുതികൾക്ക് അർഹനാണ് എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കിൽ അത്രയും സ്തുതി പറയുക സാധ്യമല്ല. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അത്രയും സ്തുതികൾക്ക് അർഹനാണ് എന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അല്ലാഹു ആലം. നമുക്കൊരു വാക്കുകൊണ്ട്
ഒരു ഹംദാണ് പറയാൻ സാധിക്കുക. അള്ളാഹുവിന് ഒരു ഹംദാണ് പറയുക സാധിക്കുക. എന്നാൽ അള്ളാഹു എല്ലാ സ്തുതികൾക്കും അർഹനാണ്. അവൻ എല്ലാ സ്തുതികൾക്കും അർഹനാണ്. എപ്പോഴും അവൻ സ്തുതികൾക്ക് അർഹനാണ്. അവൻ്റെ വിധി കൊണ്ട്, അവൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾക്ക് ഖൈർ വന്നു ഭവിച്ചാലും, അള്ളാഹുവിൻ്റെ വിധിയാൽ നടക്കുന്ന സംഭവങ്ങളിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടാലും എന്തേ അവൻ പറയുകയുള്ളൂ? അൽഹംദുലില്ലാ. നല്ലത് ലഭിച്ചാൽ അൽഹംദുലില്ലാ. പ്രയാസകരമായത് ബാധിച്ചാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ സ്ഥിതിയിലും അള്ളാഹുവിനാണ് ഹംദ്. ഇങ്ങനെ ഉള്ളവൻ റബ്ബ് മാത്രമാണ്. റബ്ബിന് മാത്രമുള്ള പ്രത്യേകതയാണ്. പ്രയാസത്തിലും സന്തോഷത്തിലും അവൻ സ്തുതികൾക്ക് മാത്രമേ അർഹനാവുകയുള്ളൂ. അല്ലാതെ അവനൊരിക്കലും മോശമായി അവനെക്കുറിച്ച് വിചാരിക്കാനോ മോശമായത് പറയാനോ ഒരിക്കലും പാടില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. നോക്കൂ, മുൽക്ക് അവൻ്റേതാണ്, ഹംദ് അവൻ്റേതാണ്. പടപ്പുകളിൽ പലർക്കും മുൽക്ക് ലഭിച്ചാൽ, അധികാരം ലഭിച്ചാൽ പിന്നെ നല്ല സ്തുത്യർഹമായ പ്രവർത്തനങ്ങളായിരിക്കുകയില്ല അവർ ചെയ്യുക. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റേതാണ് എല്ലാ മുൽക്കും. അതോടൊപ്പം അവനാണ് എല്ലാ ഹംദും. അവനുള്ളതാണ് എല്ലാ ഹംദും. അവൻ്റേതാണ് എല്ലാ മുൽക്കും. അവനുള്ളതാണ് എല്ലാ ഹംദും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്, അവൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാമെല്ലാം. അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഒരിക്കലും നടക്കുകയില്ല. അവൻ്റെ മുൽക്കിൽ ഏതേത് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനെല്ലാം യഥാർത്ഥത്തിൽ അവൻ ഹംദിന് മാത്രമേ അർഹനാവുകയുള്ളൂ. കാരണം അവൻ്റെ വിധിയിൽ യഥാർത്ഥത്തിൽ ആത്യന്തികമായി അതിൽ ഷർറില്ല എന്നാണ്, ഖൈർ മാത്രമാണ്. അള്ളാഹുവിൻ്റെ വിധിയിൽ ആത്യന്തികമായി എന്തു മാത്രമേ ഉള്ളൂ? ഖൈർ മാത്രമേ ഉള്ളൂ. ഒരു ഷർറുമില്ല, ഒരു തിന്മയുമില്ല. മറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഖദറിനാൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ, മഖ്ദൂറിൽ ചിലപ്പോൾ ഷർറുണ്ടാകും. എന്നാൽ ആ ഷർറും യഥാർത്ഥത്തിൽ അവൻ നിശ്ചയിച്ചത് ഒരു ഖൈറിന് വേണ്ടിയാണ്. ഏത് കാര്യവും ഏറ്റവും വലിയ ഷർറാണ് ഇബ്ലീസ്. കൊടിയ ഷർറാണ് അവൻ. അതേസമയം അവനെ അള്ളാഹു സൃഷ്ടിച്ചതിനു പിന്നിൽ ശ്രേഷ്ഠമായ ഉന്നതമായ അള്ളാഹു സ്തുതികൾക്കർഹനാകുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ വിധി ആത്യന്തികമായി ഖൈറു മാത്രമാണ്. ആത്യന്തികമായി അത് ഖൈറു മാത്രമാണ്. അവൻ്റെ വിധിയാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളിൽ ഷർറുണ്ടാവും, സംശയമില്ല. ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടുന്നുണ്ട്. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിൻ്റെ ഷർറിൽ നിന്ന്. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, മിൻ ശർരി നഫാഥാത്തി ഫിൽ ഉഖദ്, മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അതിലൊക്കെ ഷർറുള്ളത് കൊണ്ടാണ് അള്ളാഹുവിനോട് കാവൽ തേടുന്നത്. പക്ഷേ ആ ഷർറ് അവൻ നിശ്ചയിച്ചതിനു പിന്നിൽ അവനൊരു ഹിക്മത്തുണ്ട്. അത് യഥാർത്ഥത്തിൽ ഖൈറാണ്. അത് ധാരാളം അതേക്കുറിച്ച് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഖദറിനെ കുറിച്ച് സംസാരിക്കുന്ന ഗ്രന്ഥമാണ് ശിഫാഉൽ അലീൽ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ പേര് പോലെ തന്നെ അത് എല്ലാ സംശയങ്ങൾക്കുമുള്ള ശമനമാണ്. അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് ഖൈറാണ്. അതിലെ ഷർറും അള്ളാഹു നിശ്ചയിച്ചത് ഖൈറിന് വേണ്ടിയാണ്. കാരണം ഷർറുണ്ടെങ്കിലാണ്, ഇരുട്ടുണ്ടെങ്കിലാണ് വെളിച്ചത്തിന് വിലയുള്ളൂ. അള്ളാഹു പാപങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു എങ്കിലാണ് പാപിക്കവൻ പുറത്തു കൊടുക്കുക. അവൻ്റെ മഗ്ഫിറത്ത് അപ്പോഴാണുള്ളത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, തിന്മയുള്ളപ്പോഴാണ് അത് സംഭവിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മിത്രങ്ങളും അവൻ്റെ ശത്രുക്കളുമായുള്ള പോരാട്ടം, അതിലൂടെ അവർക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലം, ഇതെല്ലാം സംഭവിക്കുന്ന അള്ളാഹു തിന്മ നിശ്ചയിച്ചതുകൊണ്ടാണ്. ചുരുക്കം പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആത്യന്തികമായ അതിൻ്റെ ലക്ഷ്യം ഖൈറാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഷർറിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഖൈറിലേക്ക് പോകാൻ റബ്ബ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ ഖദർ മാത്രമല്ല ഇവിടെയുള്ളത്, അവൻ്റെ ശറഉമുണ്ട്. അള്ളാഹുവിൻ്റെ ഖദർ മാത്രം, വിധി മാത്രമല്ല, മറിച്ച് അവൻ്റെ ദീനും ഇവിടെയുണ്ട്. ആ ദീനിനെ അവൻ്റെ ഖദറിനെ, അവൻ്റെ വിധിയെ അവൻ്റെ ദീൻ കൊണ്ട് നേരിടാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അവൻ ഏത് അവസ്ഥയിലും സ്തുതികൾക്ക് മാത്രം അർഹനായിട്ടുള്ളതാണ്. അവൻ ഏതവസ്ഥയിലും സ്തുതികൾക്ക് മാത്രം അർഹനായിട്ടുള്ളവനാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തിദാലിൽ അവിടുന്ന് ചൊല്ലിയിരുന്ന കാര്യമാണ് ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഹദീസിൽ വന്നിട്ടുള്ളത്.
മറ്റൊരു ഹദീസ് നോക്കൂ. عن أبي سعيد الخدري قال أبو سعيد الخدري رضي الله عنه പറയുന്നു كان رسول الله صلى الله عليه وسلم إذا رفع رأسه من الركوع رسول الله صلى الله عليه وسلم ركوعിൽ നിന്ന് ശിരസ് ഉയർത്തിയാൽ قال ഇങ്ങനെ പറയുമായിരുന്നു. ശ്രദ്ധിക്കുക. ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد أهل الثناء والمجد أحق ما قال العبد وكلنا لك عبد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. നോക്കൂ, ദീർഘമായൊരു ദുആണ്. ഇതിൻ്റെ കൂടെ മറ്റു ചില ഹദീസുകൾ വേറൊരു ദിക്ർ കൂടി ഒരു സഹാബി ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പുകഴ്ത്തി പറഞ്ഞത് വന്നിട്ടുണ്ട്. എന്താണ്? ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. എങ്ങനെ ഉള്ള ഹംദാണ്? ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. ഹംദൻ ഒരു സ്തുതിയാണ്, ധാരാളമായുള്ള സ്തുതി, അനുഗ്രഹീതമായ സ്തുതികളാണത്, വിശിഷ്ടമായ സ്തുതിയാണ്. ഇതൊരു സഹാബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? 30ഓളം മലക്കുകൾ അത് രേഖപ്പെടുത്താൻ മത്സരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഇഅ്തിദാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഈ ദിക്റുകൾ ചൊല്ലിയാൽ തന്നെ സാമാന്യം ദൈർഘ്യം അതിലുണ്ടാവും. ഉദാഹരണത്തിന് നോക്കൂ, ഇഅ്തിദാലിൽ നിന്ന് ഒരാൾ ചൊല്ലുകയാണ് اللهم ربنا ولك الحمد حمدا كثيرا طيبا مباركا فيه ملء السماوات وملء الأرض وما بينهما وملء ما شئت من شيء بعد أهل الثناء والمجد أحق ما قال العبد كلنا لك عبد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. ഈ ദിക്റുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഹദീസ് ഓർക്കുക. ആളുകൾ എന്തു പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയോ എന്നവർക്ക് തോന്നുന്നു. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലിൽ നിൽക്കുന്നു. അതോടെ ഇഅ്തിദാലിൽ വന്നിട്ടുള്ള ദിക്റുകൾ, കൂടുതലായി വന്നിട്ടുള്ള ദിക്റുകൾ പഠിക്കുകയും അത് നിസ്കാരത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക വളരെ നല്ലതാണ്. നിസ്കാരത്തിൽ എപ്പോഴും ചൊല്ലി വരുന്ന ദിക്റുകൾക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട കൂടുതലായുള്ള ദിക്റുകളും ദുആകളും പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ വലിയ ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, കൂടുതൽ ഖൈറുകൾ, ആ ദുആയിലെ ഖൈറുകൾ, അതുകൊണ്ട് ലഭിക്കുന്ന ഖൈറുകൾ ലഭിക്കും. രണ്ട്, നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കും. എങ്ങനെയാണത്? കാരണം എപ്പോഴും ഒരുപോലെ ചെയ്തു വരുമ്പോൾ പൊതുവെ ആ കാര്യം യാന്ത്രികമായി തീരും, അതിൽ ശ്രദ്ധ കുറയും. കാരണം നമ്മൾ ആലോചിച്ചാലും ഇല്ലെങ്കിലും ഫാത്തിഹ നമ്മൾ തുടങ്ങും, അവസാനിപ്പിക്കുകയും ചെയ്യും. അതേക്കുറിച്ച് എത്ര ശ്രദ്ധ കൊടുത്താലും ഇല്ലെങ്കിൽ അത് തെറ്റാതെ ഒരാൾ ഓതും. കാരണം അത്രയും ഒരാളുടെ നാവിൽ അത് എളുപ്പമായിട്ടുണ്ട്. ഇതുപോലെയാണ് നിസ്കാരത്തിൽ പല ദിക്റുകളും. അതേസമയം ഒരു പുതിയ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട് പഠിച്ച് അത് ചൊല്ലാൻ ശ്രമിച്ചാൽ അത്രയും ശ്രദ്ധ അയാൾക്ക് നിസ്കാരത്തിലുണ്ടാകും. അതുപോലെ ആ ദുആയിലെ ഖൈറുകൾ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ റിവായത്തിൽ, ഈ ഹദീത്തിൽ വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിനോട് പറയുന്നു, അഹ്ല സനാഇ വൽ മജ്ദ്. അള്ളാഹുവേ, നീ അഹ്ലു സനാഇ വൽ മജ്ദ് അഥവാ എല്ലാ പുകഴ്ത്തലുകൾക്കും പ്രശംസകൾക്കും അർഹനാണ്. അഹ്ല സനാഇ വൽ മജ്ദ്. ഫാത്തിഹ ഒരാൾ ഓതിയാൽ അള്ളാഹു മറുപടി പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അടിമ പറഞ്ഞാൽ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ ഇതാ സ്തുതിച്ചിരിക്കുന്നു. റഹ്മാൻ റഹീം എന്ന് ഓതിയാൽ അള്ളാഹു പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ സനാ ചെയ്തിരിക്കുന്നു. സനാഇന് പ്രശംസകൾക്ക് അർഹനാണ് റബ്ബ്, പുകഴ്ത്തലുകൾക്ക് അർഹനാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ ഇതാ വാഴ്ത്തിയിരിക്കുന്നു. കാരണം അവനാണ് അഹ്ലുൽ മജ്ദ്. മജ്ദ് എന്നാൽ ഔന്നത്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അൽ മജീദ് എന്ന പേര്. മജ്ദ് എന്നാൽ ഔന്നത്യം, മഹത്വം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സന എന്നാൽ പുകഴ്ത്തലും പ്രശംസിക്കലുമെല്ലാം, പുകഴ്ത്തലും പ്രശംസിക്കലുമെല്ലാമാണ് സന. ഇതിനെല്ലാം അർഹനായിട്ടുള്ളവനാണ് റബ്ബ്. അഹ്ല സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാല അൽ അബ്ദ്. അതിനുശേഷം പറയുന്നു, അഹഖു മാ ഖാല അൽ അബ്ദ്, ഒരടിമ പറഞ്ഞതിൽ ഏറ്റവും ശരിയായ, ഏറ്റവും അവൻ പറയാൻ അർഹമായ വാക്കാണ്
അഹഖു മാ ഖാലൽ അബ്ദ്, അടിമ പറയാൻ ഏറ്റവും അർഹമായ ഏറ്റവും ശരിയായ വാക്കാണ്, അതിനുശേഷം പറയുന്നതാണ് ആ അർഹമായ വാക്ക്. കുല്ലുനാ ലക അബ്ദ്, ചില റിവായത്തുകൾ വ കുല്ലുനാ ലക അബ്ദ് എന്നുണ്ട്. ചിലതിൽ കുല്ലുനാ ലക അബ്ദ്, ചിലതിൽ വ കുല്ലുനാ ലക അബ്ദ് എന്നുണ്ട്. എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും വന്നാൽ അർത്ഥവ്യത്യാസം സംഭവിക്കും. രണ്ട് രൂപത്തിലും പറയാം. കുല്ലുനാ ലക അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ പറയാൻ ഏറ്റവും അർഹമായ വാക്കിത, അതിൽ ഇതും കൂടി ഉൾപ്പെട്ടു. കുല്ലുനാ ലക അബ്ദ്, അല്ലാഹുവേ ഞങ്ങളെല്ലാം നിൻ്റെ അടിമകളാണ്. പക്ഷേ വ കുല്ലുനാ ലക അബ്ദ് എന്ന് പറഞ്ഞാൽ, വാവ് ചേർത്ത് പറഞ്ഞാൽ എന്താകും അർത്ഥം? അടിമ പറയാൻ ഏറ്റവും അർഹമായ വാക്കിത ഇനി പറയാൻ പോകുന്നതാണ്. ഞങ്ങളെല്ലാം അല്ലാഹു നിൻ്റെ അടിമകളാണ്. വാക്ക് തുടങ്ങിയിട്ടില്ല. ഏറ്റവും അർഹമായ വാക്ക്, ശരിയായ വാക്ക് അത് ആരംഭിച്ചിട്ടില്ല. അതാരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ വാവ് ചേർത്താൽ. അടിമ പറയേണ്ട വാക്കിതാണ് ഞങ്ങളാകട്ടെ റബ്ബേ നിൻ്റെ അടിമകളുമാണ്. അതാണ് വാവ് ചേർത്താൽ അർത്ഥം ലഭിക്കുക. ഏറ്റവും അർഹമായ വാക്കോ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഒരർത്ഥത്തിൽ വകുല്ലനാ ലക അബ്ദ് കൂടി ഇതിൽ ഉൾപ്പെട്ടു. ഏറ്റവും അർഹമായ വാക്ക് എന്താണ്? അല്ലാഹു ഞങ്ങളെല്ലാം നിൻ്റെ അടിമകളാണ് എന്ന വാക്കാണ്. അല്ലാഹുമ്മ ലാ മാനിഅ, അല്ലാഹുവെ തടയാൻ ഒരാളുമില്ല, ലിമാ അഅ്തൈത നീ നൽകിയത് തടയാൻ ആരുമില്ല. അള്ളാഹു ഒരു കാര്യം നൽകാൻ തീരുമാനിച്ചാൽ അത് തടയാൻ ആരുമില്ല. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി. സൂറത്തു ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു മനുഷ്യർക്ക് ഏത് കാരുണ്യത്തിൻ്റെ വാതിൽ, റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ടോ, ഫലാ മുംസിക ലഹാ അതിനെ പിടിച്ചു വെക്കാൻ ഒരാളുമില്ല. വമാ യുംസിക് അള്ളാഹു എന്താണോ പിടിച്ചു വെക്കുന്നത്, ഫലാ മുർസില ലഹു മിൻ ബഅദിഹി അവന് ശേഷം അതിനെ അഴിച്ചുവിടാൻ, അതിനെത്തിച്ചു തരാനും ഒരാളുമില്ല. അള്ളാഹു നൽകുന്ന ഖൈറല്ലാതെ ഇല്ല, അള്ളാഹു തടയുന്ന ഷർറല്ലാതെ ഇല്ല. അള്ളാഹു ഷർറ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് ബാധിക്കുക തന്നെ ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരു മുഅ്മിൻ ഖൈർ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു ഷർറ് പേടിക്കുന്നു, സുബ്ഹാനല്ലാഹ് അവൻ ചിന്തിക്കുക, ഈ ഷർറ് എനിക്ക് ബാധിക്കണമെങ്കിൽ അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ ഇത് ബാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇതെന്നിൽ നിന്ന് തടുക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു തടുത്താൽ ഇതൊരാൾക്കും എനിക്ക് കൊണ്ടുവന്ന് തരാനും എന്നെ ഏൽപ്പിക്കാനും സാധ്യമല്ല. രണ്ട് കാര്യങ്ങൾ, വൽ അവ്വലു വൽ ആഖിർ, അവ്വലുമാണ് ആഖിറുമാണ് എന്നവൻ്റെ രണ്ട് പേരുകളുടെ വിശദീകരണത്തിൽ ഈ കാര്യം കൂടി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അൽ അവ്വലു വൽ ആഖിർ, അതിനർത്ഥം അവൻ ആദ്യമേ ഉള്ളവനാണ്. കാലം ഒരിക്കലും അവന് റബ്ബ് സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അവൻ ഇല്ലാത്തൊരു കാലമില്ല, മറിച്ച് അവൻ ഏറ്റവും മുൻപേ ഉള്ളവനാണ്. അതുപോലെ മക്കാൻ, ജമാനിൻ്റെ കാര്യമാണ് ഇതെങ്കിൽ മക്കാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ട ഇഹാത്തത്താണ് ബാഹിർ വൽ ബാത്തിൻ എന്ന രണ്ട് പേരുകളിലുള്ളത്. അവൻ എല്ലാറ്റിനേക്കാളും മുകളിലാണ്, അവന് മുകളിൽ യാതൊന്നുമില്ല, അവന് മുകളിൽ യാതൊന്നും. അതോടൊപ്പം അൽ ബാത്തിൻ, അവൻ ബാത്തിനാണ്, അഥവാ എല്ലാവരുടെയും ഏറ്റവും അടുത്തുള്ളവനുമാണ് അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ്റെ അറിവ് മുഖേനയാണ്, അവൻ്റെ അറിവ് മുഖേന, അവൻ്റെ കഴിവ് മുഖേന അവൻ ഉള്ളിൻ്റെ ഉള്ളിലുള്ളവനാണ്. അവൻ്റെ അറിവ് മുഖേന, അവൻ്റെ കഴിവ് മുഖേന എവിടെയും ഏതുള്ളിൻ്റെ ഉള്ളിലും നടക്കുന്നത് അവൻ അറിയും. എവിടെയും എന്തും ചെയ്യാൻ റബ്ബിന് സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നിശ്ചയിച്ച് എങ്കിലല്ലാതെ ഒരു ഷർറ് നമ്മെ ബാധിക്കുകയില്ല. അവൻ ആണ് നമുക്കത് തടുത്തു നിർത്തേണ്ടത്. അവനിൽ നിന്നാണ് നമ്മൾ വന്നത്, ഔവലവനാണ്, അവനിലേക്കാണ് പോകേണ്ടത്, ആഖിറവനാണ്. വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, സൂറത്തു നജ്മിൽ അല്ലാഹു പറഞ്ഞതുപോലെ വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിൻ്റെ റബ്ബിലേക്കാണ് ഒടുക്കം, അവനിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് അവന് വേണ്ടി, ലക്ഷ്യം അവനാണ്, ഏറ്റവും വലിയ ലക്ഷ്യം റബ്ബാണ്. വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിൻ്റെ റബ്ബിലേക്കാണ് എല്ലാത്തിൻ്റെയും ഒടുക്കം, മുൻതഹ അവസാനം അവിടെയാണ്, അവിടെയെല്ലാം അവസാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ദഖു കലിമത്തിൻ ഖാലഹാ ശാഇർ കലിമതു ലബീദ് അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ് ബാതിൽ. ഒരു കവി പറഞ്ഞതിൽ ഏറ്റവും ശരിയായ വാക്ക് ലബീദിൻ്റെ വാക്കാണ്. ലബീദ് ഒരു കവിയായിരുന്നു.
കവി പറഞ്ഞത് ഏറ്റവും ശരിയായ വാക്കിതാണെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കവിത ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം മുസ്ലിമായി എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അല്ലാഹു അലം. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ് ബാത്തിൽ. അള്ളാഹുവിന് പുറമെ ഉള്ളതെല്ലാം ബാത്തിലാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം നശിക്കാനുള്ളതാണ്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അവൻ്റെ മുഖമല്ലാത്തത് എല്ലാം, അവനല്ലാത്തതെല്ലാം നശിക്കുന്നതാണ്. മാത്രമല്ല അതിൻ്റെ മറ്റൊരു വിശദീകരണം എന്താണ്? അവനു വേണ്ടി അവൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തത് മാത്രമേ നിലനിൽക്കൂ. അവൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ച് ചെയ്തത് മാത്രമേ ബാക്കിയെല്ലാം നശിക്കാനുള്ളതാണ്. അവനു വേണ്ടി ചെയ്തതാണോ അത് നിലനിൽക്കും, അത് ബാക്കിയാകും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹുവേ, നീ തടഞ്ഞത് നൽകാനും ഒരാളുമില്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റിലും ഈ പദമുണ്ട്. വലാ യൻഫഉ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എന്താണ് അതിൻ്റെ അർത്ഥം? വലാ യൻഫഉ ഉപകാരപ്പെടുകയില്ല. ദൽ ജദ്ദി, അൽ ജദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അൽ ഹദ്ദു വൽ ഗിന എന്നൊക്കെയാണ്. അഥവാ ഒരുവൻ്റെ സമ്പത്ത്, ഓഹരി, പദവി ഇതൊക്കെ ഉള്ള ഒരുവൻ അവന് പ്രയോജനം ചെയ്യുകയില്ല. അവസാനം വന്ന അൽ ജദ്ദു നോക്കൂ നിങ്ങൾ, മിങ്കൽ ജദ്ദു. ആ ജദ് അവൻ്റെ സമ്പത്തോ ഓഹരിയോ പണമോ ഒന്നും അവ പണമുള്ളവന് പ്രയോജനപ്പെടുകയില്ല. മിങ്ക അഥവാ നിന്നിൽ നിന്ന്. അല്ലാഹുവേ, നിൻ്റെ ശിക്ഷയിൽ നിന്ന് അവനെ തടുക്കാനോ അല്ലെങ്കിൽ നിൻ്റെ അരികിൽ സ്ഥാനം ഉയർത്താനോ പണമുള്ളവൻ്റെ പണമോ സ്ഥാനമുള്ളവൻ്റെ സ്ഥാനമോ അവന് പ്രയോജനപ്പെടുകയില്ല. അവൻ്റെ അമൽ മുഖേന അല്ലാതെ അതൊന്നും അവന് പ്രയോജനപ്പെടുകയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. വലയം ഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. വലയം ഫഉ ഉപകാരപ്പെടുകയില്ല ആർക്ക്? ദൽ ജദ്ദി, പണവും ഓഹരിയുമൊക്കെ സ്ഥാനവുമൊക്കെ ഉള്ളവന് പ്രയോജനപ്പെടുകയില്ല. എന്തു പ്രയോജനപ്പെടുകയില്ല? അതാണ് അവസാനം പറയുക. അൽ ജദ്ദു, അവൻ്റെ സ്ഥാനവും പണവും ഒന്നും പ്രയോജനപ്പെടുകയില്ല. മിൻകൽ ജദ്ദു, നിന്നിൽ നിന്ന്, നിൻ്റെ അരികിൽ എന്തെങ്കിലും സ്ഥാനം അവന് അതുകൊണ്ട് നേടാൻ സാധ്യമല്ല. അവൻ്റെ അമലുകൾ കൊണ്ട് മാത്രമേ നേടുക സാധ്യമാവുകയുള്ളൂ. ഇതാണ് ഈ ദുആഇൻ്റെ വിശദീകരണം. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഹദീസുകൾ നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله وبركاته.